പ്രിയ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം 5ാം ക്ലാസ്സിലെ ICT പാഠപുസ്തകത്തിലെ 1ാമത്തെ അധ്യായമായ കവിത വിതയ്ക്കും ചിത്രങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗമാണ്. നമുക്കറിയാം, നമ്മൾ പാഠഭാഗം ക്ലാസ്സിൽ വിനിമയം ചെയ്യുമ്പോൾ ആ പാഠഭാഗം അതുവഴി കുട്ടികളിലുണ്ടായ ആശയങ്ങൾ ചിത്രരൂപത്തിൽ പ്രകടിപ്പിക്കുക എന്നത് ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം തന്നെയാണ്. കുട്ടികളുടെ വ്യത്യസ്ത കഴിവുകൾ പുറത്തു കൊണ്ടുവരുവാനും ഭാവന വളർത്തുവാനുമൊക്കെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് സഹായിക്കും. ചുരുക്കത്തിൽ ചിത്രവായന വളരെ ഫലപ്രദമായ ഒരു ക്ലാസ് റൂം ആക്ടിവിറ്റിയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ പാഠഭാഗം മേഘങ്ങളാൽ ഉടുപ്പിട്ട മലകുന്നുകൾ, മേടുകൾ, ആനമാൻ, പന്നി, പുലികൾ, പോത്തും മേടിച്ച കാടുകൾ എന്ന് പറയുന്ന ഈ ഭാഗം ഒരു കവിതാഭാഗമാണ്. വള്ളത്തോൾ നാരായണ മേനോൻ കേരളത്തിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് പറഞ്ഞൊരു ഭാഗമാണ്. ഇത് പഠിക്കുന്ന കുട്ടിക്ക് അതൊന്ന് വരച്ചു നോക്കണമെന്ന് തോന്നുകയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് അതിന്റെ ചിത്രീകരണം നടത്തുക എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ പാഠഭാഗം. അതിനായി നമുക്ക് അത് വരയ്ക്കുന്നതിനുള്ള സോഫ്റ്റ്വെയർ ആവശ്യമുണ്ട്. ആ സോഫ്റ്റ്വെയർ തുറക്കുന്നതിന് വേണ്ടി ആപ്ലിക്കേഷൻ, ഗ്രാഫിക്സ്, കളർ പെയിന്റ് എന്ന് പറയുന്ന ഈ ഭാഗമാണ് നമുക്ക് തുറക്കേണ്ടത്. നമ്മൾ തുറന്നു, അതിൻ്റെ ജാലകം തുറന്നു വന്നു. ഇതാണ് സോഫ്റ്റ്വെയർ. ഈ സോഫ്റ്റ്വെയറിന് പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ഇടത് ഭാഗത്ത് കാണുന്ന ഈ ഭാഗമാണ്. ഇതിനെ നമുക്ക് ടൂൾ ബോക്സ് എന്ന് പറയാം. നമുക്ക് വരക്കാൻ ആവശ്യമായ ടൂളുകൾ, ഉപകരണങ്ങൾ ഉള്ളത് ഇവിടെയാണ്. വിശദമായിട്ട് ഞാൻ പറയുന്നില്ല. ഓരോ ടൂളിൻ്റെയും മുകളിൽ വെച്ചാൽ എന്താണ് ഈ ടൂളിൻ്റെ പേര് എന്ന് അവിടെ കാണിക്കുന്നതാണ്. രണ്ടാമത്തെ ഭാഗം നമുക്ക് ക്യാൻവാസ് എന്ന് പറയുന്ന ഈ ഭാഗമാണ്. ഒരു ചിത്രം വരയ്ക്കുന്നതിനുള്ള പ്രതലമാണ് ക്യാൻവാസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഭാഗമാണ് ഈ ഭാഗം. ഇതിന് കളർ പാലറ്റ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. കളർ പാലറ്റ്. ഈ 3 പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ സോഫ്റ്റ്വെയറിന്റെ ഇന്റർഫേസിൽ ഉള്ളത്. ഇനി നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഈ ചിത്രം വരയ്ക്കുന്നതിന് വേണ്ടി ഒരു ക്യാൻവാസ് ആണ്. ക്യാൻവാസ് ഇവിടെയുണ്ട്. ക്യാൻവാസിൽ മുഴുവനായിട്ട് വരയ്ക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ആദ്യം ഒരു പ്രത്യേക സ്ഥലം തിരഞ്ഞെടുക്കാൻ വരയ്ക്കുന്നതിന് വേണ്ടി. അത് നമുക്കിതാ ഈ കാണുന്ന ഈ ടൂള് എടുക്കുക. ടൂൾ ബോക്സിൽ പോയി റെക്റ്റാങ്കിൾ ടൂൾ എന്ന് പറയുന്ന ഈ ടൂളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ സബ് ടൂളുകൾ ഇവിടെ വരും. നമ്മൾ തൽക്കാലം ഇവിടെ കളറ് ബ്ലാക്ക് ആണ് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. എന്നിട്ട് മേലെ കർസർ വെച്ച് താഴോട്ട് വലിച്ചു കൊണ്ടുവരിക. എന്നിട്ട് ഇങ്ങനെ വലത്തോട്ട് നീക്കുക. ഇപ്പോൾ നമുക്ക് ചിത്രം വരയ്ക്കുന്നതിനുള്ള ഒരു പ്രതലം രൂപപ്പെട്ടിരിക്കുന്നു. ഇനി നമുക്ക് പാഠപുസ്തകത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് വേണ്ടത് ഇതാണിപ്പോൾ നമ്മൾ വരച്ചത്. ഇനി നമുക്ക് വേണ്ടത് ഈ 2 ഭാഗമാക്കി ഇതിനെ മാറ്റുക എന്നുള്ളതാണ്. അതിന് നമുക്ക് ലൈൻ ടൂൾ ഉപയോഗിക്കാവുന്നതാണ്. ലൈൻ ടൂൾ ഉപയോഗിച്ച് നമ്മൾ ഇവിടെ ഏകദേശം അടിയിൽ നിന്ന് മേലോട്ട് ഒരു ഇത്ര സ്ഥലം എടുത്തിട്ട് നമുക്ക് ഈ റെക്റ്റാങ്കിളിൻ്റെ ഈ വശത്തു നിന്നും ഈ വശത്തോട്ട് ഒരു ലൈൻ വരക്കാവുന്നതാണ്. ലൈൻ ചിലപ്പോൾ ഇങ്ങനെ വളഞ്ഞ് ഒക്കെ നിൽക്കും. അതിന് ഷിഫ്റ്റ് കീ അമർത്തിപ്പിടിച്ച് വരയ്ക്കുകയാണെങ്കിൽ, കർസർ വിടരുത്, വരയ്ക്കുകയാണെങ്കിൽ അത് നേരെയായി നമുക്ക് കിട്ടും. നമ്മൾ ശ്രദ്ധിക്കണം, 2 അറ്റങ്ങൾ, അഗ്രങ്ങൾ തമ്മിൽ തീർച്ചയായിട്ടും തൊട്ടിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ അത് കളർ കൊടുക്കുമ്പോൾ പ്രയാസം ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അഗ്രങ്ങൾ തീർച്ചയായിട്ടും തൊടുന്നുണ്ട്, തമ്മിൽ തട്ടുന്നുണ്ട്, ബന്ധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. ഇത് തെറ്റിപ്പോകാൻ നമുക്ക് അൺഡു എന്ന് പറയുന്ന ഈ ബട്ടൺ അമർത്തിയാൽ നമുക്ക് തിരിച്ച് മുമ്പ് ചെയ്ത പ്രവർത്തനത്തിലേക്ക് പോകാം. ഞാൻ അൺഡു ബട്ടൺ അമർത്തുകയാണ്. അത് പോയി.
വീണ്ടും നമുക്ക് വരക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടുന്ന് ഞാൻ പറഞ്ഞു അറ്റങ്ങൾ തമ്മിൽ തീർച്ചയായിട്ടും മുട്ടിയിരിക്കണം. നമ്മൾ ഇങ്ങോട്ട് വരച്ച് യോജിപ്പിച്ചു. തട്ടിയിരിക്കുന്നു. ഇത് നമുക്ക് വേണ്ടത് മലകൾ വരയ്ക്കുകയാണ്. അതിനും നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ കട്ടി കൂട്ടുന്നത്, വരയുടെ കട്ടി കുറക്കുന്നതും കൂട്ടുന്നതും ഇവിടെയാണ്. നമ്മൾ ക്ലിക്ക് കഴിഞ്ഞാൽ ഇവിടെ കിട്ടും. ഇതാ ഈ ലൈനാണ് ഞാൻ എടുക്കുന്നത്. നമ്മൾ ഒരല്പം മുകളിൽ നിന്ന് മല വരയ്ക്കുകയാണ്. മല വരയ്ക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ കൊണ്ടുപോയി അവിടെ ഞാൻ ക്ലിക്ക് ഒഴിവാക്കി. വീണ്ടും ഞാൻ അടിയിലേക്ക് കൊണ്ടുവന്നു, ക്ലിക്ക് ഒഴിവാക്കി. വീണ്ടും ഇവിടെ നിന്ന് വരച്ചു, ക്ലിക്ക് ഒഴിവാക്കി. വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഒഴിവാക്കി. ഇങ്ങനെയാണ് നമ്മൾ മലകൾ വരക്കാറുള്ളത്. ഇവിടെ ശ്രദ്ധിക്കണേ, ഞാൻ ഈ ഭാഗം ഇവിടെ തട്ടിയിട്ടില്ല. അത് കളറ് ഫില്ല് ചെയ്യുന്ന സമയത്ത് കളർ ഒന്നായിട്ട് പരക്കുന്നതിന് കാരണമാകും. ഞാൻ അൺഡു അടിച്ചു. എന്നിട്ട് ഞാൻ ഇവിടെ നിന്നു ഇങ്ങോട്ട് മല വരച്ചു. അപ്പോൾ നമുക്ക് മല വരച്ചു, അത് പൂർത്തിയായി. ഇനി നമുക്ക് ആവശ്യം അടിയിൽ പാടങ്ങൾ വരക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടൂള് പെൻ ടൂൾ എന്ന് പറയുന്ന ഈ ടൂളാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്കറിയാം പെൻ ടൂൾ. ഇത് ക്ലിക്ക് ചെയ്ത് നേരത്തെ പോലെ പാടവും പുഴയും ഒക്കെ വരക്കുന്നതിന് ഞാൻ അത് ഉപയോഗിക്കുകയാണ്. ആദ്യം ഇങ്ങനെയാണ് ടെക്സ്റ്റ് പുസ്തകത്തിലുള്ളത്. ഞാൻ ഇവിടെ നിന്നും ഒരു വര വരച്ചു. രണ്ടാമത് ഒരു ലൈന് ഉടഞ്ഞുള്ള ലൈന് ഞാൻ ഇങ്ങോട്ട് വരച്ചു. ഇതൊക്കെ ഈ ഭാഗം തട്ടി നിൽക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ഞാൻ ഇങ്ങോട്ട് ഒരു ലൈന് വരച്ചു. വീണ്ടും ഞാൻ ഒരു ലൈന് ഇവിടെയും കൊടുത്ത് ആവശ്യത്തിന് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും ഭാഗങ്ങൾ വരച്ചു ചേർക്കുക. പിന്നെ അതിന് പാഠത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ കാണിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇങ്ങനെ അടയാളപ്പെടുത്തി ഇത് പുഴയാണ്. നമുക്ക് ഒരു ഐഡിയ വരക്കുന്ന സമയത്ത് വേണം എന്താണ് എന്നൊക്കെ ഉള്ളത്. നമ്മൾ ഇങ്ങനെ വരച്ച് ചേർത്തു. ഇപ്പോൾ നമുക്ക് പാടശേഖരങ്ങളായി, പുഴയായി, മലയായി, ഇത്രയും ഭാഗങ്ങൾ നമുക്കായി. ഇനി നമുക്ക് ഇതിൽ കളർ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. കളർ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി ഫ്ലഡ് ഫിൽ എന്ന് പറയുന്ന ഈ ടൂള് നമ്മൾ ഉപയോഗിക്കുക. ക്ലിക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ ബ്ലാക്ക് കളറായിരിക്കും വരിക. പകരം നമുക്ക് കിട്ടേണ്ടത് ഏതാണോ കളർ ആ കളർ സെലക്ട് ചെയ്യുക. ഞാൻ ഈ കളറാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കളർ മാറി വരുന്നത് നമുക്ക് കാണാം. നമ്മുടെ ആവശ്യമുള്ള കളറുകൾ ഇവിടെ കൊടുക്കുക. എന്നിട്ട് ആവശ്യമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി നമ്മൾ അത് ഫില്ല് ചെയ്യുക. കളർ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് ഫില്ല് ചെയ്യുക. ഇനി നമുക്ക് ആവശ്യം പുഴക്ക് ഒരു നീല കളറാണ്. നമ്മൾ നീല കളർ കൊടുത്താൽ പുഴയുടെ കളറുമായി. ഇനി മലകൾക്ക് കളർ കൊടുക്കണം. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മലകൾക്ക് നമുക്ക് കളർ കൊടുക്കേണ്ടതുണ്ട്. മലകൾക്ക് കളർ കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ കളർ തിരഞ്ഞെടുക്കുകയാണ്. മലകൾക്ക് കളർ കൊടുത്തു. ആകാശത്തിന് നമ്മൾ കളർ കൊടുക്കേണ്ടതുണ്ട്. ആകാശത്തിന് കളർ കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ അതും തിരഞ്ഞെടുത്തു. ഇപ്പോൾ നമുക്ക് പാഠഭാഗത്ത് സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഇങ്ങനെ ആയിരിക്കുന്നു. കളറൊക്കെ കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് ആവശ്യം ഇതിൽ ഒരു തെങ്ങ് വരച്ച് ചേർക്കുകയാണ്. തെങ്ങ് വരച്ച് ചേർക്കുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യം നമ്മുടെ ലൈൻ ടൂള് സെലക്ട് ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിനുള്ള തടിക്ക് വണ്ണം കൂട്ടുന്നതിന് വേണ്ടി ഞാൻ ഈ 5 ഇതാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഒന്ന് ക്ലിക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു തെങ്ങ് വരച്ച് ചേർക്കുകയാണ്. ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ച കളർ മാറിയിട്ടില്ല. എനിക്ക് ബ്ലാക്ക് കളറാണ് വേണ്ടത് തെങ്ങ് തടിക്ക്. അതിന് ഞാൻ ഈ ബ്ലാക്ക് പാലറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. കളർ പാലറ്റിൽ ബ്ലാക്കിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ഭാഗത്ത് കളർ തെളിഞ്ഞു വന്നിരിക്കുന്നു. ഞാൻ തെങ്ങ് വരച്ചു. ഇനി തെങ്ങിന് വേണ്ടത്
നമുക്ക് തെങ്ങിൻ്റെ ഓല വരക്കണം. ഓല വരക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് പോളിഗൺ ടൂൾ എന്ന് പറയുന്ന ഈ ടൂളാണ്. പോളിഗൺ ടൂളിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇത് ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. നമ്മൾ എവിടെയാണോ ഓല വരയ്ക്കേണ്ടത്, തെങ്ങിൻ്റെ ഓല വരയ്ക്കേണ്ടത്, അവിടെ ഒരു ക്ലിക്ക് കൊടുക്കുന്നു. ഒരു ക്ലിക്ക് ഇങ്ങോട്ട് കൊടുക്കുന്നു. ഇങ്ങോട്ട് ഇങ്ങനെ ആവശ്യത്തിന് കർവുകൾ കൊടുത്തുകൊണ്ട് വിദഗ്ധനായ ഒരാൾക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഇലകൾ വരക്കാവുന്നതാണ്. വീണ്ടും നമുക്ക് ആവശ്യത്തിനുള്ള അത്ര ഇലകൾ വരച്ചു ചേർക്കുക. ഞാൻ അത്ര വലിയ കലാകാരനല്ലാത്തത് കൊണ്ട് എനിക്ക് ഇലകൾ അത്ര രസകരമായി വരക്കാൻ സാധിക്കുകയില്ല. നല്ല കഴിവുള്ള കുട്ടികൾ ഉണ്ടാകും. അവർക്ക് ഭംഗിയായിട്ട് ഇതിൻ്റെ ഇലകൾ വരച്ചു ചേർക്കാൻ കഴിയും. പോളിഗൺ ടൂളാണ് ഇല വരക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. എന്നിട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കളർ ഫ്ലഡ് ഫിൽ എടുക്കുക. ആവശ്യമായ കളർ സെലക്ട് ചെയ്യുക. കളർ അതിലേക്ക് ഫില്ല് ചെയ്യുക. ഇത്രയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്ത് ഇപ്പോൾ നോക്കൂ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, എവിടെയോ ഒരു ഗ്യാപ്പ് വരികയാണെങ്കിൽ കളറ് നമ്മൾ കൊടുത്തത് മുഴുവനായിട്ട് പരന്നു വരുമെന്ന് പറഞ്ഞു. അതിവിടെ ഈ ഇലക്കൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്, അതാണ് സംഭവിച്ചത്. പകരം അണ്ടു അടിച്ചാൽ ആ വിഷയം മാറിക്കിട്ടും. ആവശ്യമുള്ള കളറ് എവിടെയാണോ നമ്മൾ ഫില്ല് ചെയ്യുക, ഞാൻ ഇവിടെ കളർ കൊടുക്കുമ്പോൾ സംഭവിക്കും. നോക്കൂ, ഇവിടെ കളർ കൊടുത്തു. നേരത്തെ ഈ ഭാഗത്താണ് ഫില്ല് ചെയ്യാതെ പോയത്. അതുകൊണ്ട് നമ്മൾ ആ ഭാഗം സൂക്ഷിച്ച് നോക്കി എവിടെയാണോ ഗ്യാപ്പ് ഉള്ളത് ആ ഭാഗം നമ്മൾ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ മനോഹരമായി നമുക്ക് ഒരു പാഠഭാഗത്തിന്റെ ചിത്രീകരണം നടത്തുന്നതിന് വേണ്ടിയാണ് കളർ പെയിന്റ് എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. വ്യത്യസ്ത പാഠഭാഗങ്ങൾ നമുക്ക് ഇതിന്റെ പ്രവർത്തനമായിട്ട് കൊടുക്കാം. നമ്മൾ പഠിക്കുന്ന ഓരോ പാഠഭാഗങ്ങളും പ്രവർത്തനമായിട്ട് കൊടുക്കാം. നമ്മൾ ഇതിലുള്ള ടൂൾ ഇനി പരിചയപ്പെടേണ്ടത് ഇത് എറൈസർ എന്ന് പറയുന്ന, നമ്മൾ റബ്ബർ എന്ന് പറയുന്ന മായ്ക്കാൻ ഉപയോഗിക്കുന്ന ടൂളാണ്. നമുക്ക് ഏത് ഭാഗമാണോ ഏത് ഭാഗമാണോ മായ്ച്ചു കളയേണ്ടത് അതിന് ഈ എറൈസർ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഇങ്ങനെ എറൈസറിന്റെ വലിപ്പം കൂട്ടുന്നതിനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. നമുക്ക് എത്ര വലിപ്പമാണെങ്കിലും കൂട്ടാം. നമ്മൾ ഈ വലിപ്പത്തിലാണ് എടുക്കുന്നത്. ഇവിടെ കൊണ്ടുപോയി അമർത്തി പിടിച്ച് മായ്ക്കുകയാണെങ്കിൽ നമുക്ക് ആ ഭാഗം മായ്ച്ചെടുക്കാൻ കഴിയും. വീണ്ടും അണ്ടു ചെയ്താൽ വീണ്ടും തിരിച്ചു കിട്ടും. അപ്പോൾ ഒരു പ്രവർത്തനം നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ കരുതേണ്ട. നമുക്ക് അണ്ടു ബട്ടൺ റീഡു ബട്ടൺ ചെയ്താൽ വീണ്ടും നമുക്ക് അതിലേക്ക് ഇപ്പുറത്ത് തിരിച്ച് ചെയ്ത മായ്ച്ച പ്രവർത്തനം തിരിച്ചു കിട്ടണമെങ്കിൽ റീഡു എന്ന ബട്ടൺ നിൽക്കുക. വീണ്ടും തിരിച്ച് ക്ലിക്ക് ചെയ്താൽ അണ്ടു ക്ലിക്ക് ചെയ്താൽ വീണ്ടും ആ പ്രവർത്തനത്തിന് തിരിച്ചു വരുന്നതാണ്. അങ്ങനെ നമുക്ക് ആവശ്യമായ ചിത്രീകരണം നടത്തുന്നതിനും പാഠഭാഗങ്ങൾ രസകരമായി കുട്ടികളിലേക്ക് വിനിമയം ചെയ്യുന്നതിനും ഈ ഭാഗം സഹായിക്കും. ഞാൻ ടൂൾ ഒന്നുകൂടി പരിചയപ്പെടുത്തുകയാണ്. ഈ ടൂളാണ്, ടൂൾ ബോക്സ് ആണ് ഇത് ക്യാൻവാസ് ആണ്, ഇത് കളർ പാലറ്റ് ആണ്. അതിൽ പ്രധാനപ്പെട്ട ടൂള് ഇന്ന് നമ്മൾ പഠിച്ചത് ഒന്ന് ലൈൻ ടൂളാണ്, ഒന്ന് പെൻ ടൂളാണ്, ഒന്ന് എറൈസർ ആണ്, ഒന്ന് ഫ്ലഡ് ഫിൽ കളറ് ഫില്ല് ചെയ്യുന്നതിനുള്ള ടൂളാണ്, ഒന്ന് റെക്ടാങ്കിൾ ആണ്, ഒന്ന് പോളിഗൺ ടൂളാണ്. ബാക്കിയുള്ള ടൂളുകളും ആവശ്യത്തിന് നിങ്ങൾ എടുത്ത് ഉപയോഗിച്ച് പഠിക്കുക. ഇനി ഈ പ്രവർത്തനം നമുക്ക് സേവ് ചെയ്യേണ്ടതുണ്ട്. തുടക്കത്തിൽ തന്നെ സേവ് ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ അവസാനമാണ് സേവ് ചെയ്യുന്നത്. സേവ് ചെയ്യുന്നതിന് വേണ്ടി സേവ് ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് തുറന്നു വരും. നമുക്ക് ആവശ്യമുള്ള ഒരു പേര് കൊടുക്കുക. ഞാൻ കളർ പെയിന്റ് എന്ന് തന്നെയാണ് കൊടുക്കുന്നത് പേര്. അങ്ങനെ നമ്മൾ അതിന് പേര് കൊടുത്ത് ലൊക്കേഷൻ കാണിച്ചു കൊടുത്ത് നമുക്ക് എവിടെയാണോ സേവ് ചെയ്യേണ്ടത് ആ സേവ് നമുക്ക് ചെയ്യാവുന്നതാണ്. എന്നിട്ട് സേവ് ബട്ടൺ നമ്മൾ അമർത്തിയാൽ അത് സേവായി മാറുന്നതാണ്. ഇപ്പോൾ നമ്മൾ ആ പ്രവർത്തനം സേവ് ആയിരിക്കുന്നു. ഇങ്ങനെ ഇനിയും നമുക്കത് തുറന്ന് ആവശ്യത്തിന് ഉള്ള മാറ്റങ്ങൾ വരുത്തി രസകരമായ ചിത്രമായി പ്രിന്റ് ചെയ്ത് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാവുന്നതാണ്. മത്സരം ഒക്കെ സംഘടിപ്പിക്കാവുന്നതാണ്. എൻ്റെ ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നിയാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടണും ഒന്ന് അമർത്തിയേക്കുക.